വീട്ടുവാടക കൊടുത്തില്ലെങ്കിൽ ചന്ദ്രൻപിള്ള ഇവിടെ നിന്ന് നമ്മളെ ഇറക്കി വിടുമെന്ന് സുമിത്ര മനീഷിനോട്. കുന്നത്തൂർ ടെക്സ്റ്റൈൽസിൽ മനീഷ് ജോലിക്ക് പോകുന്നതിനെ വിലക്കുന്ന സുമിത്ര. സതിയമ്മയെ വഴിയിൽ കണ്ടുമുട്ടുന്ന ഹരിപ്രസാദ്. ശ്രുതിയുടെ കല്യാണം ഉറപ്പിച്ച കാര്യം സതിയമ്മയിൽ നിന്നും ഹരി അറിയുന്നു. വീട്ടുവാടക തവണ വ്യവസ്ഥയിൽ കൊടുക്കാമെന്ന് ചന്ദ്രൻപിള്ളയോട് പറയാൻ സുമിത്ര മനീഷിനോട് പറയുന്നു. വഴിയിൽ കാണുന്ന സുമിത്രയോട് ഒരു പരിചയക്കാരന്റെ പരിഗണനയെങ്കിലും കാണിക്കണമെന്ന് ഹരി. നന്ദിനിയെ വിളിച്ച് ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ പറയണമെന്ന ഹരിയുടെ വാക്കിൽ ദേഷ്യപ്പെടുന്ന സുമിത്ര. ഇനി തുടർന്ന് കാണുക. മനീഷിന്റെ ഭാവിയെക്കുറിച്ചുകൂടി ഒന്ന് ആലോചിക്കേ. അയാൾക്കൊരു ജീവിതം വേണ്ടേ? ഇങ്ങനെ ഒരു എത്തും പിടിയുമില്ലാതെ നിന്നാ മതിയോ? സഹോദരൻ എന്ന നിലയ്ക്കുള്ള കൺസിഡറേഷൻ നന്ദനയ്ക്ക് മനീഷിനോടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. നന്ദനയ്ക്ക് വേണ്ടി കുറെ സംസാരിക്കുന്നുണ്ടല്ലോ. ഇയാൾ ആരാ? അവളുടെ സെക്രട്ടറിയോ അതോ വക്കീലോ? ഞാനിപ്പോൾ നന്ദനയുടെ ആരുമല്ല. എന്നാൽ ആരായിരിക്കേണ്ടതാണ് എന്നെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആള് സുമിത്രാൻ്റെയാ. ചെമ്പരിക്കലെ ഹരിപ്രസാദിന്റെയും പനക്കലെ നന്ദനയുടെയും കല്യാണ നിശ്ചയം നടത്തിയത് നിങ്ങളുടെ കുടുംബ വീട്ടിൽ വെച്ചാ. ആന്റി സാക്ഷിയായിരുന്നു. ആ കല്യാണം നടത്താൻ പാടില്ലെന്ന് അപ്പോൾ നിങ്ങൾ വിലക്ക് പറഞ്ഞില്ല. പക്ഷെ കല്യാണ ദിവസം മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് ആ കല്യാണം മുടങ്ങി. ആരാ കാരണം? നിങ്ങളുടെ അമ്മാവൻ അച്യുതേട്ടൻ. അങ്ങേരല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്? അച്യുതമ്മാവൻ ഒച്ച വെച്ചു. ആ ശബ്ദം അമ്മാവൻ്റെതായിരുന്നെങ്കിലും നാവ് സുമിത്രാൻ്റെതായിരുന്നു. എൻ്റെ നന്ദനയുടെ കല്യാണത്തിന് വിലങ്ങ് തേടിയായത് നിങ്ങളാണ്. നന്ദനയോടുള്ള ആന്റിയുടെ വെറും വാശിയാണ് അതിന് കാരണമായത്. അതിനിപ്പോ എന്ത് വേണം? എനിക്കെതിരെ കേസെടുക്കണോ അതോ പകരം വീട്ടണോ? എന്തിനാ ആന്റി നിങ്ങൾ നിഴലിന് നേരെ വാളോങ്ങുന്നത്? എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല. പിന്നെയല്ലേ പകരം വീട്ടില്. പിന്നെ നന്ദന, അയാളുടെ മനസ്സ് കുറേയൊക്കെ എനിക്കും അറിയാമെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വളർത്തമ്മയെ നന്ദന ഒരിക്കലും രണ്ടാം സ്ഥാനത്തല്ല കണ്ടിരുന്നത്. അന്നും ഇന്നും അതിന് മാറ്റമില്ലെന്ന് തന്നെ എന്റെ വിശ്വാസം. ഇയാളിപ്പോ മാർക്കിട്ടത് എനിക്കോ അതോ അവൾക്കോ? ഞങ്ങളുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. എന്റെ മാർക്കിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. നന്ദനയ്ക്ക് മാർക്കിടാൻ അയാളുടെ ഹസ്ബൻഡും ഉണ്ട്. സ്വയം മനസ്സിലാക്കി വിലയിരുത്തേണ്ടതും സ്വന്തം മാർക്ക് എത്രയെന്ന് നിശ്ചയിക്കേണ്ടതും ആന്റിയാണ്. വില കുറച്ച് കാണാതെയെങ്കിലും നോക്കണം. ഉപദേശത്തിന് നന്ദി. ഉപദേശമല്ല. മതി മതി, ഒരു ഉപകാരം ചെയ്യണം. എനിക്ക് വേണ്ടി സാറ് നന്ദനയോട് ശുപാർശ ഒന്നും നടത്തണ്ട. ഒരു വാക്ക് പോലും എന്നെ പറ്റി പറയണ്ട. മിക്കവാറും അവളെ കാണാറുണ്ടല്ലോ. തെറ്റിദ്ധാരണയാണ്. കാണാറില്ല എന്നുള്ളതാണ് സത്യം. അഥവാ കണ്ടാലും ആന്റിയുമായി സംസാരിച്ച വിവരം നന്ദനയോട് പറയുന്നില്ല. കാരണം ഇടയ്ക്കൊരാളുടെ ഇടപെടൽ ആവശ്യമില്ലാത്ത വിഷയമാണ്.
എന്നാലും ഇത് വളരെ മോശമായി പോയിട്ടോ. നിങ്ങൾ വലിയ മാന്യനാണെന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ ഇങ്ങനെ ഇറക്കി വിടുന്നത് ഒട്ടും ശരിയല്ല. ഇത് ശരിയല്ലെങ്കിൽ ഈ ശരികേട് എന്നെ കൊണ്ട് ചെയ്യിച്ചത് നിങ്ങളാ. തുച്ഛമായ വാടക ഞാൻ ഈ വീടിന് ചോദിച്ചത്, അതുപോലും തരുന്നില്ലെന്ന് വെച്ചാൽ നിങ്ങളെ ഇവിടെ സൗജന്യമായി താമസിപ്പിക്കണമെന്നാണോ? തുടക്കത്തിലെ അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. ആരുടെ സൗജന്യം വേണ്ട എനിക്ക്. അഭിമാനബോധം നല്ലതാ, പക്ഷേ തരാനുള്ള കാശ് തന്നിട്ട് വേണം വലിയ വായി വർത്തമാനം പറയാൻ. നിങ്ങളുടെ വാടക കുടിശ്ശിക ഞാൻ തന്നിരിക്കും. അല്ലെങ്കിലും അത് ഈടാക്കാൻ എനിക്കറിയാം. നിങ്ങൾ താമസം മാറി വന്നപ്പം ആ കൊണ്ടുവന്ന ഫർണിച്ചറില്ലേ, അതിവിടെ കിടക്കും. പഴയ ഉരുപ്പടികളാ, എന്നാലും സാരമില്ല, കിട്ടുന്ന വിലയ്ക്ക് ഞാനങ്ങ് വിറ്റോളാം. അതെ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ആ ഫർണിച്ചർ ഞാൻ കൊണ്ടുപോകും. ചുമ്മാതിരിക്കാനിയാ നേരം പോക്ക് പറയാതെ. ദേ ഒരുമാതിരി. വേണ്ട മനുഷ്യ, ഒന്നും വേണ്ട. കയറി കിടക്കാൻ വീടില്ലാത്തവർക്ക് എന്തിനാ മേശയും കസേര? ആ അത് തന്നെ. അപ്പോഴേ ഒന്നും എടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഈ വീട് പൂട്ടാൻ പോവാ. ഒന്നിങ്ങോട്ട് മാറി നിന്നേ. മാറി നിൽക്കാനിയാ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? ആ വരുന്നെങ്കിൽ വാ, ജംഗ്ഷനിൽ വിടാം. വരുന്നുണ്ടോ? ഇല്ല. ആ എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു. ഇങ്ങനെ നിന്നാ മതിയോ? പോണ്ടേ നമുക്ക്? അമ്മേ, എവിടെ പോനാടാ? ചെന്ന് കയറാൻ നീ വാങ്ങിച്ചിട്ടുണ്ടോ വീട്? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നേരെ സന്ധ്യ ആവാറായി. അതുകൊണ്ട് നീ എന്ത് വേണമെന്നാ? ഇന്ന് രാത്രി എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. രാവിലെ നമുക്ക് കൈനകരിക്ക് പോയാലോ? അനിലയുടെ അടുത്തേക്ക്. അനിലയുടെ വീട്ടിലേക്കോ? ആ തങ്കപ്പനാശാരിയുടെ വായിരിക്കുന്ന ഞാൻ കേൾക്കാനോ? വഴി കിടന്ന് ചത്താലും ഞാൻ അങ്ങോട്ടില്ല. എന്നാ പിന്നെ നമുക്ക് തൽക്കാലം അച്യുതമാവന്റെ വീട്ടിലേക്ക് പോയാലോ? അവിടെ ആകുമ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ. ആ മനുഷ്യൻ നമ്മുടെ ആരാ? ഒരു പരിചയക്കാരൻ, അതിനപ്പുറം ഒന്നുമില്ല. മറ്റവന്റെ അമ്മാവൻ അച്യുതേട്ടൻ ഓർത്തോ? ഹരിപ്രസാദിന്റെ. എന്നാ പിന്നെ ഒരു വഴിയുണ്ട്. കേറി ചെല്ല ഒരു വീടുണ്ടമ്മേ. എത്ര ദിവസം വേണേലും അവിടെ കഴിയാം. ആരും ഒന്നും പറയില്ല. ലൈലയുടെ വീടേ. ആരുടെയാ? ലൈലയുടെ. വാ നമുക്ക് പോവാം. നാണം കെട്ടവനെ, ലൈലയുടെ വീട് പോലും. അല്ലമ്മേ, മിണ്ടരുത് നീ. ദേ എന്നാ പിന്നെ ഇവിടെ കുറ്റിയടിച്ച പോലെ തന്നെ നിക്കാം. ഒന്നും പറഞ്ഞ മനസ്സിലാവില്ലെന്ന് വെച്ചാ രാത്രി ആവുമ്പോഴേ ആ കിണറ്റിൽ ചാടി ചാവാൻ രണ്ടുപേർക്കും കൂടി. അതാ നല്ലത്. മിക്കവാറും ഞാനത് ചെയ്യും.
നമസ്കാരം. നന്ദേച്ചിയുടെ ഭർത്താവാ ഉദയവർമ്മ. മനീഷ്, ഇത് അമ്മയാ. അല്ല, എവിടെ പോയിട്ടാ ഇതിലെ? ഇങ്ങോട്ടായിട്ട് തന്നെ വന്നാ. ഓ, മനീഷ്, ആ ബാഗുകളൊക്കെ എടുത്ത് കാറിൽ വെച്ചോളൂ. പെട്ടെന്നായിക്കോട്ടെ. എന്തിനാ ബാഗ് എടുത്ത് വെക്കുന്നേ? പോകാൻ. എങ്ങോട്ട്? ഞങ്ങൾ വരുന്നില്ല. അമ്മേ, നന്ദനയുടെ അടുത്തേക്ക് പോകാനല്ലേ? ഞാനില്ല. നേരെ ഇരുട്ടാറാവുന്നു. ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? ഇരുട്ട് വീഴുമ്പോ എങ്ങോട്ടേലും പോവാം. വല്ല കടത്തിൻ്റെലോ അമ്പലമുറ്റത്തോ പോയിരുന്ന് നേരം വെളുപ്പിക്കാം. നേരം വെളുക്കുമ്പോഴോ? അതന്നേരമല്ലേ? അമ്പലമുറ്റത്തോ കടവരാന്തയിലോ രാത്രി കഴിച്ചു കൂട്ടണമെന്ന് നിർബന്ധമുണ്ടോ? എന്തായാലും ഇന്ന് രാത്രി എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം. അതിനെ പറ്റി ഒരിടത്തേക്കാണ് പോകുന്നതെന്ന് വിചാരിച്ചോളൂ. രാവിലെ വേണേ അവിടുന്ന് പോവാം. ഏതോ ഒരാൾ ലിഫ്റ്റ് തരുന്നു. അങ്ങനെ കരുതുന്നതിലും തെറ്റില്ല. ആ, ദേ, ഞാൻ ബാഗ് എടുത്ത് വെക്കാം. മനീഷേ, അമ്മ കാറിൽ കയറിക്കേ. വാമേ, വാ, ഇങ്ങോട്ട് വാമേ, വരാൻ വാ. അമ്മ ഇങ്ങോട്ട് കയറിക്കേ. ആ,
സുമിത്രമ്മേ, അകത്ത് കുറച്ചുകൂടെ വൃത്തിയാക്കാനുണ്ടായിരുന്നു. കേറി വാ സുമിത്രമ്മേ. ഇപ്പൊ വരാമേ. ഇതാ നമ്മുടെ വീടിന്റെ പ്രമാണം. പനക്കലെ വീടും ഈ സ്ഥലവും ഇനി സുമിത്രാമ്മയ്ക്ക് സ്വന്തമായിരിക്കും. വാങ്ങിയ ആളിൽ നിന്ന് നമ്മളത് തിരിച്ചു വാങ്ങി. 1 രൂപയുടെ പോലും ബാധ്യത ഇനി ബാക്കിയില്ല. സുമിത്രാമ്മയെയോ മനുഷ്യനെയോ ചോദ്യം ചെയ്യാൻ ആരും ഇങ്ങോട്ട് വരേയില്ല. സുമിത്രാമ്മ വാങ്ങൂ. നന്ദന, അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. മനുഷ്യ കാർന്ന് ബാഗ് എടുത്തോ. അമ്മ വരൂ. കയറി വാ അമ്മേ.